ത്രില്ലർ ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. ക്ലൈമാക്സ് സൂപ്പർ. ദൃശ്യം പോലെ നല്ലൊരു മൂവിയാണ്. നല്ല സസ്പെൻസ് ആണ്. സെക്കൻഡ് പാർട്ടിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് അത് ആ പൊളിത്തി പിടിക്കുക എന്ന് പറയുന്ന രീതിയിൽ ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ അത് താല്പര്യമുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ വളരെ ലാഗുവിന് അടിപൊളി പടമാണ്. ഭയങ്കര ത്രില്ലിങ്ങാണ്. ഇപ്പം ഇങ്ങനെ കണ്ട് ഒരു ബോർ അടിക്കുന്നില്ല. അടിപൊളി പടം. സൂപ്പറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട്. നല്ല ത്രില്ലർ ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. പിന്നെ ക്ലൈമാക്സിൽ വരുമ്പോൾ നല്ല എൻഗേജിങ് ഉണ്ടോ? ക്ലൈമാക്സ് കുറച്ച് ലാഗ് ഉള്ള പോലെ ഫീൽ ചെയ്ത്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല പടം. സസ്പെൻസ് ഉണ്ട്, നല്ല ത്രില്ലിംഗ് ഉണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം ജസ്റ്റ് ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് അത് ആ പൊളിത്തി പിടിക്കുക എന്ന് പറയുന്ന രീതിയിൽ ചെയ്തു. പിന്നെ അത് പതിയെ ഒന്ന് വിട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഒരേ പേസ്, ഒരു ഗ്രാഫ്, അതായത് തുടങ്ങി മേളിലോട്ട് പോയി, പിന്നെ ചെറുതായിട്ടൊന്ന് വന്ന് പിന്നെ ഈ ഒരു ലെവലിൽ പിടിച്ചിട്ട് അവസാനം വരെ പോയത്. നല്ല പടം. ക്ലൈമാക്സ് കൊള്ളാം, നൈസായിട്ടുണ്ട്. മൊത്തത്തിൽ പടം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്തു. ഇല്ല, വില്ലൻ എക്സ്പെക്ട് ചെയ്ത വില്ലൻ്റെ ആ ഒരു റേഞ്ച് വന്നിട്ടില്ല. അതിൽ കുഴപ്പമില്ല. അതിൽ എനിക്ക് ബോറായിട്ട് തോന്നിയത് വില്ലൻ്റെ ആ ഒരു മാത്രമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. ബിജു മേനോൻ, ആസിഫ് അലി, നല്ലൊരു കോംബോയാണ് പടം. വേറെ ലെവലാണ്. ഒരു ക്രൈം സ്റ്റോറിയാണ്. പോലീസുകാരനിൽ നല്ലൊരു കില്ലർ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു സ്റ്റോറിയാണ്. അത് രണ്ട് പോലീസുകാർക്ക് അബദ്ധം പറ്റുമ്പോൾ അത് അടിപൊളിയായിട്ട് നല്ല ലെവലായിട്ട് അത് തെളിയിച്ച് കൊണ്ടുവന്ന് ക്ലൈമാക്സ് സൂപ്പർ. ദൃശ്യം പോലെ നല്ലൊരു മൂവിയാണ്. ആസിഫ് അലീന് എല്ലാവരും നല്ല പടങ്ങൾ കൊടുത്ത് ഇതേ കണക്ക് ക്ലിക്കാക്കാം. അങ്ങേര് വന്ന പടം ക്ലിക്കാവും. അടിപൊളി പടം. നമ്മുടെ നല്ല പടം. കൊള്ളാം. നല്ല ത്രില്ലർ. കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആസിഫ് അലിയുടെ ബിജുമാൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. കൊള്ളാം. നല്ല വൺ ടൈം വാച്ച് മൂവിയാണ്.